തൃശൂർ ചിമ്മിനി ഡാമിൽ വൈദ്യുത കമ്പിയിൽ വീണ മരം മുറിച്ച് നീക്കുന്നതിനിടെ തടി ദേഹത്ത് വീണ് തൊഴിലാളി മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. KSEBിയുടെ ഗുരുതരമായ അനാസ്ഥയെന്ന ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. എച്ചിപ്പാറ സ്വദേശി ഖാദറാണ് തടി വീണ് മരിച്ചത്. വലിയ ദുരന്തമായിരുന്നു അത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. പറയൂ സൂരജ്. ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് എച്ചിപ്പാറ സ്വദേശിയായിട്ടുള്ള ഖാദർ ഈ കാണുന്ന മരം വീണ് മരിച്ചത്. അതായത് ഇത് ഈ KSEB ലൈനിന് മുകളിലേക്ക് ഈ മരം നേരത്തെ വീണ് കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ മരം ഇങ്ങനെ ഈ റോഡിന് കുറുകെ കിടന്നുകൊണ്ട് തന്നെ അത് മുറിച്ചു മാറ്റാൻ KSEB അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ KSEB ആകട്ടെ ഈ മരം മുറിച്ചു മാറ്റാൻ തയ്യാറായില്ല. ഇതോടുകൂടി വനം വകുപ്പ് തന്നെ ഈ പ്രദേശവാസിയായിട്ടുള്ള ഖാദറിനെ വിളിച്ച് ഈ മരം മുറിച്ചു മാറ്റാൻ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ മരം മുറിച്ചു മാറ്റുന്ന സമയത്ത് ഖാദർ പറഞ്ഞത് ഈ വൈദ്യുതി കമ്പി അഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ സ്വാഭാവികമായും അപകടത്തിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഈ വൈദ്യുത കമ്പി അഴിച്ചു കൊടുക്കാൻ KSEB തയ്യാറായില്ല. ഈ മരം മുറിച്ചു മാറ്റുന്നതിനിടയിൽ ഇത് ലോഡ് ഈ ഭാരം കൂടുകയും പിന്നീട് ഈ കമ്പിയിലൂടെ മരം ഊർന്നിറങ്ങി അത് ഈ ഖാദറിന്റെ മേത്ത് വീഴുകയുമായിരുന്നു. അങ്ങനെ ഖാദർ ഇന്നലെ മരിക്കുകയും ചെയ്തു. ഇവിടെ വെച്ച് തന്നെ ഈ അപകടത്തിൽപ്പെട്ട് മരിക്കുകയും ചെയ്തു. പക്ഷേ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം അവർ ഉയർത്തുകയാണ്. കൃത്യമായ ഉദ്യോഗസ്ഥ അനാസ്ഥയാണ് ഇതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താ സംഭവിച്ചത്? എന്താ കാരണം ഇന്നലെ ഈ സംഭവം വെള്ളിയാഴ്ചയാണ് ഇതുമ്പോൾ മരം വീണ് കിടക്കുന്നത്. 3 ദിവസത്തോളമായി ഈ പ്രദേശത്ത് വൈദ്യുതി നഷ്ടപ്പെടുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ KSEBിയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പരിഗണനയോ ഇവിടെ ലഭിക്കാറില്ല. അതിവിടെയുള്ള നാട്ടുകാരാണ് ലൈൻ കെട്ടലും അതുപോലെ കറണ്ട് പുനഃസ്ഥാപിക്കേണ്ട പ്രവർത്തനങ്ങൾ മുഴുവൻ നാട്ടുകാരുടെ ചുമതല, നാട്ടുകാരാണ് അത് ഏറ്റെടുക്കാറ്. 2 ദിവസത്തോളം ഈ മരം ഇങ്ങനെ കിടന്നിട്ട് 2 ദിവസത്തോളം ഇങ്ങനെ കിടന്നതിന് ശേഷവും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സഹകരണം ഉണ്ടായിരുന്നില്ല KSEBിയുടെ. ഇത് സംഭവിച്ചപ്പോൾ ഈ പറഞ്ഞ ഖാദറടക്കം ഈ ലൈൻ കട്ട് ചെയ്ത് കൊടുക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അവരതിൽ നിന്ന് മുഖം തിരിച്ചു പോകുന്ന ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായത്. ഈ സംഭവം നടന്ന് ഈ നിമിഷം വരെ സർക്കാർ തലത്തിലൊരു ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരോ ഒരാൾ പോലും ഈ സംഭവ സ്ഥലം സന്ദർശിക്കാനോ ഇതിന് വേണ്ട എന്താണ് പരിഹാരമാർഗമെന്ന് തീരുമാനിക്കുക യാതൊരുവിധ നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഒരു DFO ഒഴിച്ച് ഒരു റേഞ്ച് ഓഫീസർ എന്നൊരു ആൾ മാത്രമാണ് പീച്ച് വൈൽഡ് ലൈഫിൻ്റെ ഒരു റേഞ്ച് ഓഫീസർ മാത്രമാണ് ഇന്നലെ ഈ സംഭവ സ്ഥലം സന്ദർശിച്ചത്. ഒരു പ്രധാന യാതൊരുവിധ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ കളക്ടർ തലത്തിലോ അല്ലെങ്കിൽ RDO യാതൊരുവിധ ആൾക്കാരും ഈ സംഭവ സ്ഥലം സന്ദർശിക്കാനോ തയ്യാറായിട്ടില്ല ഇതുവരെ. ഇന്നലെ രാത്രിയൊക്കെ ഈ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് രാത്രി വൈകിയും ഇവർ പോയതാണ്. പക്ഷെ പിന്നീട് ഇവർ രാത്രിയോടുകൂടി താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചു. പക്ഷെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങളിപ്പോൾ ഇവിടെ വന്ന സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഈ കമ്പി ഇനിയിപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കാൻ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ്റ് അടിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് വന്നേക്കാം. ഇത് കട്ട് ചെയ്യേണ്ട പോലെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു ഏണി വെച്ച് കയറി അതൊന്ന് അഴിച്ചു വിടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അതുപോലും ചെയ്യാൻ തയ്യാറാവാതെ ഇങ്ങനൊരു മരണത്തിലേക്ക് ഒരാളെ തള്ളി വിട്ടിട്ട് അതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ ഇത് എന്താ പറയുക, ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വന്ന് നമ്മളതിനൊരു സമാധാനം പറയണ്ടേ? ഒന്നും വേണ്ട, അവരൊന്ന് വിളിച്ചന്വേഷിക്കണ്ടേ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്തായി എന്ന് പോലും അതുപോലും അന്വേഷിക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് അവർ കൊണ്ടുപോയത്. KSEBിയുടെ 2 ഉദ്യോഗസ്ഥന്മാരിവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അവരൊന്നും വന്ന് വിളിച്ചന്വേഷിക്കുകയെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അവസാനം അവർ സൈറ്റ് വിസിറ്റ് ചെയ്യാനായിട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ അതിനെതിരെ പ്രതിഷേധിച്ചത്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെ ഉയരുകയാണ്. വനംവകുപ്പ് KSEB ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ എന്തായാലും ഇവിടെ ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് ഈ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്ന സ്കെയിൽ. വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.